ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേഷ് പാണക്കാട്. സോ നമ്മളൊരു പുതിയ വീക്കിലേക്ക് കിടക്കാൻ പോവാണല്ലേ. സോ അതിന് മുമ്പ് ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ലിറ്ററലി ഒരു ക്രേസി മാർക്കറ്റ് എന്ന് തന്നെ പറയാം അല്ലേ. ഇങ്ങനെ ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഫോള് എന്നുള്ള രീതിയിലല്ല, ഒരു മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച നമ്മൾ തമ്പനയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഔട്ട് എക്സ്പയറി ഡേയിൽ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു. ആൻഡ് വ്യാഴാഴ്ച ലാസ്റ്റ് ഡേയിലെ തമ്പനിയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിൻ്റെ അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് താഴത്തേക്കുള്ള ഇത്രയും ഭയങ്കര ഒരു ഫോള് താഴത്തേക്കുള്ള ഒരു ഫോള് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഒരു ചെറിയ റേഞ്ച് ചെറുതായി വരുമായിരുന്നു ആൻഡ് ലോവർ ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഇത്രയും വലിയൊരു റിക്കവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഇത്രയും വലുതായിട്ട് മാർക്കറ്റ് റിക്കവർ ആയി പോകുന്നത്. മാർക്കറ്റ് വീഴുന്നു. ഏകദേശം 1,600 പോയിന്റാണ് ലോവർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഏകദേശം ഷൂട്ടായി പോയിട്ടുള്ളത്. ഏകദേശം ഒരു 605 പോയിന്റോളാണ് താഴത്തുനിന്ന് ഏറ്റവും ലോവർ ലെവലിൽ നിന്ന് നിഫ്റ്റി റിവേഴ്സ് ആയി പോയിട്ടുള്ളത്. വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനേക്കാളും ഇരട്ടി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് മൂവ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റി. ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,300 പോയിന്റോളം നിഫ്റ്റി ബാങ്ക് മൂവ് ആവുന്നതായിട്ട് കാണാൻ പറ്റി. 1,300 പോയിന്റ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പ്രത്യേക സംഭവമൊന്നുമല്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി 600 പോയിന്റ് ഒക്കെ മൂവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ക്രേസി ആണല്ലേ. നല്ല രസം ഉണ്ടായിരുന്നു മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പം മിഞ്ഞാത്ത ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ലെവൽസ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് എസ് എൽ വെക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയാം. ഒരു പുൾ ബാക്ക് പോലും തരാത്തൊരു മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് ലെവൽ പറഞ്ഞു തരുമ്പോൾ, താഴത്തേക്കുള്ള ലെവൽ പറഞ്ഞു തരുമ്പോൾ, ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ ലെവൽസ് പറഞ്ഞു തരുമ്പം അവിടെ ഒരു സ്വിങ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെയർ മിനിമം ഒരു ലെവൽ അവിടെ ഉണ്ടാവാറുണ്ട് എസ് എൽ വെക്കാനായിട്ട്. ഇവിടെ എനിക്ക് എസ് എൽ വെക്കാനായിട്ട് പറഞ്ഞു തരാണ്ടൊരു പോയിന്റ് ഇല്ല. ആ ഒരു പോയിന്റിൽ ഞാൻ മുകളിലേക്കുള്ള ലെവൽ, ഓക്കെ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൂവ് കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തുനിന്നൊരു സ്വിങ് ഉണ്ടായിട്ട് വരുന്നുണ്ടാവും. ബട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ബൈയിങ് ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വന്നു. അതും ഞാൻ പറഞ്ഞ ടീം ആ ഒരു ക്രെഡിറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം മാർക്കറ്റ് വരുന്നത് 1,500 പോയിന്റ് ട്രാവൽ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ലെവലാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലക്ക് വല്ല പിന്നെ എന്താ പറയുക, എന്തോ നെല്ലിക്കാത്തളം വെക്കുക എന്നുള്ള ലെവലിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഏതൊരു പോയിന്റിനും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം. ഇന്നലെ മാർക്കറ്റ് താഴത്തേക്ക് വീഴുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഓക്കെ ഏകദേശം ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടെ ഇരിക്കോ, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും സമയമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. 1,600 പോയിന്റ് വൺ ഡയറക്ഷൻ മൂവ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പോയിന്റ് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞതിന് ശേഷം എന്തോ പറയുന്ന ആ ഒരു ഇതിലല്ല പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സോ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ 1,600 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ആർത്തിയാണ് തീരാത്തത്. ആർത്തി തീരുന്ന ആൾക്കാരുണ്ടാവും. സോ അവർ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നേ. ആൻഡ് നല്ലൊരു ബൈയിങ് താഴ്ത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ബൈയിങ് താഴ്ത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. വരുന്ന വീക്ക് എന്ന് പറയുന്നത് ഫോറിൻ മാർക്കറ്റിൻ്റെ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വോളിയം ഡ്രെയിൻ ഔട്ട് ആവുന്ന വീക്കുകളാണ് വരുന്ന വീക്കുകൾ വരാനുള്ളത്. കാരണം ലോങ് വെക്കേഷൻസ് സ്റ്റാർട്ട് ആവുന്ന വീക്കാണ്. യൂറോപ്പിലും യു എസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഫെസ്റ്റിവൽ മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊസിഷൻസിനെ ലൈറ്റർ ആക്കിയതിനു ശേഷം ഫെസ്റ്റിവൽ മൂഡിലേക്ക് മാറുന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് പിന്നെ ഹോളിഡേ അന്ന് മുഹൂർത്ത് ട്രേഡിങ്. ഹോളിഡേക്ക് മാത്രമാണ് ഒരു പ്രോപ്പറായിട്ടൊരു, ബാക്കിയുള്ള എല്ലാ ദിവസവും ലീവ് ഉണ്ട്. ബട്ട് അന്നത്തെ ദിവസം ഒരു മുഹൂർത്ത് ട്രേഡിംഗ് എന്നും കൂടി പറഞ്ഞിട്ടൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം. നമുക്ക് പിന്നെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ ജീവിതം ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ആര്? ഇന്ത്യൻസ് അല്ലേ? ശരിയല്ലേ? ജീവിതം ജീവിക്കുന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ മൈൻഡൊന്നുമില്ല. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര മൈൻഡാണ്. കുട്ടികൾക്കുള്ളത് സെക്യൂർ ആക്കണം, എൻ്റെ കഷ്ടപ്പാട് തീർക്കണം, എൻ്റെ വരുന്ന തലമുറയുടെ തീർക്കണം, അതിൻ്റെ വരുന്ന തലമുറകൾ തിന്നാലുണ്ടായി കൊടുക്കണം, ജീവിതം ആഘോഷിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. ബട്ട് ബാക്കിയുള്ള നാട്ടുകാരൊന്നും അങ്ങനെയല്ല. അവർ ഹോളിഡേ മൂഡിലേക്ക് മാറും. ഇന്റർനാഷണൽ മാർക്കറ്റുകളുടെ കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം ഡ്രെയിൻ ഔട്ട് ആവുന്ന മാസങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഡൾനെസ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ആഫ്റ്റർ ഈ ഒരു വോളറ്റാലിറ്റി, അതായത് വോളറ്റാലിറ്റി അല്ല, എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന മൂവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി നമുക്കൊരു മൂവ് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു പ്രോപ്പർ മൂവ് വന്നിട്ടുള്ളത് ഇന്നലെയാണ് അല്ലേ. സോ അതേപോലെ പിന്നെ ഒരു എന്താ പറയുക, ഒരു ചോപ്പിനെസ്സിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ്. ആൻഡ് ഇത്രയും നല്ലൊരു മൂവ് ഉണ്ടായതുകൊണ്ട് ഇതിനൊരു ഫോളോ ത്രൂ കിട്ടാനുള്ള സാധ്യത ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ പിന്നെ മാർക്കറ്റിൽ വോളറ്റൈൽ ആവുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ വോളറ്റൈൽ ഇൻ ദ സെൻസ്
വോളിയം ഒന്ന് ചെറുതായിട്ട് ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഫെസ്റ്റിവൽ മൂഡിലാണ്. ഇനി ഈ ലോങ് വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നല്ല മൂവുകൾ ഉണ്ടാവുക. സോ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സമയമാണെന്നുള്ളത് മാത്രമാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ന്യൂസ് ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്. എന്ത് ഇതിലാണ് അത് പറയുന്നത് എന്നുള്ള അറിയില്ല. ഇറാൻ്റെ മുകളിൽ എഗെയിൻ ഒരു അറ്റാക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് കാണാം. വന്ന് ഒരു പ്രോപ്പർ ഇത് കിട്ടട്ടെ. ലൈക്ക് ട്രംപ് എന്തായാലും ജനുവരിയിലേക്കല്ലേ പ്രസിഡൻ്റായിട്ട് ഏറ്റെടുക്കുകയുള്ളൂ. സോ അതിനുശേഷമൊക്കെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ബൈഡൻ ഇപ്പോൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് മാർക്കറ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പോകുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. സോ എന്തായാലും നമുക്ക് വീക്ക്ലി അനാലിസിലേക്ക് പോകാം. വീക്ക്ലി അനാലിസിസ് പ്രത്യേകിച്ച് നോക്കാനൊന്നും ഇല്ല. ഇന്നലത്തെ ഒരു ക്യാൻഡിൽ മാത്രമാണ് ഒരു പ്രോമിസിങ് ക്യാൻഡിലായിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷണൽ വീഡിയോ ഞാൻ ഒരു പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സെറ്റപ്പ് ഇൻ ദ സെൻസ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്ത് തരുമ്പോൾ അല്ലേ. സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരാഴ്ച നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ആൻഡ് സെറ്റപ്പുകൾക്ക് കുറവുണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കും കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആവേണ്ടതുണ്ട്. സോ ആ ഒരൊറ്റ നിർബന്ധ ബുദ്ധിയോടുകൂടി മാത്രമാണ് നമ്മൾ ഈ ഒരാഴ്ച വീഡിയോ ചെയ്യാണ്ടിരുന്നത്. എന്തായാലും എഡ്യൂക്കേഷൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് വരും ആഴ്ചകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ആ ഒരു വീഡിയോ റിലീസ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ചാർട്ടിലേക്ക് പോകാം. നമുക്ക് ആദ്യം വീക്ക്ലി അനാലിസിസ് നോക്കാം, എന്നിട്ട് ഡെയിലി അനാലിസിലേക്ക് പോകാം, എന്നിട്ട് ഇൻട്രാഡേ അനാലിസിലേക്ക് പോകാം. ചാർട്ടിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മൾ ആദ്യം ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് വീക്ക്ലി അനാലിസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട് നിഫ്റ്റി ബാങ്ക് കംപ്ലീറ്റ് റെസിസ്റ്റൻസുകളെയും ബ്രേക്ക് ചെയ്തിട്ട് അപ്പോ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു, അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊരു ബുള്ളിഷ് ഫോർമേഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൻ്റെ തൊട്ട് മുമ്പിലുള്ള റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 54,000 എന്നുള്ള ലെവലാണ്. 54,000 കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനായിട്ട് പോകാനുള്ള ചാൻസ് അവിടെയുണ്ട്. മേ ബി 55,000 അല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് 5.5 ലാക്കോ അങ്ങനെയൊക്കെ, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 26 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് 5.5 ലാക്കിലേക്കോ ഒക്കെ പോകാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടെന്നതാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 എന്നുള്ള നിയറസ്റ്റ് പോയിന്റ് അവിടെയുണ്ട്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കും കൂടി ട്രാവൽ ചെയ്ത് എഗെയിൻ 1000 പോയിന്റ്സ് കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയിൽ പോസിബിൾ ആവുള്ളൂ. നിഫ്റ്റിയിൽ ക്യാൻഡിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു സ്ട്രോങ് ബുളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് തൊട്ടടുത്ത് റെസിസ്റ്റൻസ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇവിടെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇതായിരുന്നു, ഒരു പിന്നെ ക്ലസ്റ്റർ ആയിരുന്നു, ക്യാൻഡിൽസിൻ്റെ ഒരു ക്ലസ്റ്റർ ആയിരുന്നു. ഇവിടുന്നാണ് മാർക്കറ്റിൽ ഇനീഷ്യൽ ഫോൾ ഉണ്ടായിട്ടുള്ളത്. സോ ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ആ ഒരു ലെവലിലേക്കാണെന്നുള്ളതാണ്. അത് മാത്രമാണ് എൻ്റെ ഒരു പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂസിങ് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് കേട്ടോ. ബട്ട് ഇതിനെക്കാട്ടിലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 500 പോയിന്റിൻ്റെ, അതായത് പിന്നെ 24,750 to 25,200 എന്നുള്ള ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ. ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ദിവസത്തോളം മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കട്ട് ഒരു മൊമെൻറ്റത്തിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസിൻ്റെ പോയിന്റ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു ആൻഡ് ഇവിടുന്ന് ഫോൾ ആയി വന്നിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി കൂടി സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ഒരു ലെവലിനെ കൂടി ബ്രേക്ക് ചെയ്തിട്ട് 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അഗ്രസീവ്ലി, അതായത് ലോങ് ടൈമിലേക്ക് ഷോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ SL ഹിറ്റ് ആവുന്നത് വഴി തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് ഷൂട്ടപ്പ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ എന്ത് തന്നെയായാലും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഇത്രയും സ്ട്രോങ് പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ കിട്ടിയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് മുകളിലേക്കുള്ള ട്രേഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബിഗർ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഒക്കെ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ട്രേഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ആൻഡ് പുതിയ ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇൻട്രാഡേ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ അനാലിസിന് മുമ്പ് നമുക്ക് പിന്നെ നമുക്ക് മറ്റേ ചാർട്ടിൽ തന്നെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻട്രാഡേ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ നമ്മുടെ യൂഷ്വലി നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ചാർട്ടിലാണത്. സോ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഈ ഒരു ലെവലായിരുന്നു. ഇതിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഇവിടെയാണ് ബ്രേക്ക് ബൈ ലെവൽ പറഞ്ഞിട്ടുള്ളത്. ബട്ട് അവിടെ ഒന്നും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന പോയിന്റ് ഒന്നുമില്ല.
പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ല മിണ്ടാണ്ടിരിക്കുന്നല്ലേ. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലോ ഷോർട്ട് സൈഡിലേക്ക് മാർക്കറ്റിൽ നമുക്കൊരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, നാളെ ഷോർട്ടിനെ കുറിച്ച് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് ഈ 680 എന്നുള്ള ലെവലില്ലേ, 24,680 എന്നുള്ള ലെവൽ. സോ ഈ 24,680 എന്നുള്ള ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിനെ നമ്മൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബൈയിങ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൈയിങ് സൈഡിലേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. സോ പിന്നെ ഈ ഒരു റേഞ്ച്, അതായത് 855 to 680 എന്നുള്ള റേഞ്ച് ചെറുതായിട്ടൊരു വോൾട്ടാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയും ഓടി കയച്ച് വന്നതാണ്. മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് ക്ഷീണം മാറ്റാൻ നിന്ന് കഴിഞ്ഞാലും ആ 2 ദിവസമൊക്കെ കരച്ചിട്ട് സാവധാനമായിട്ട് കയറി പോയിക്കോളും, നോക്കാം നമുക്ക്. സോ സെൽ സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇൻട്രാഡേയിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇന്നത്തെ പോലെയൊക്കെ രാവിലെ തന്നെ മൊമെൻറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം കിട്ടേണ്ട മൊമെൻറ്റം ഓൾറെഡി പോയി. ഞാൻ അതിനുശേഷം SL വെക്കാനൊന്നും ഒരു പ്ലേസ് ഇല്ലാണ്ട് ട്രേഡ് എടുക്കണേക്കാളും നല്ല ട്രേഡ് എടുക്കാണ്ടും ഉണ്ടായിരുന്നു. ട്രേഡ് എടുക്കാണ്ട് പിന്നെ വിറച്ച് മരിക്കുന്ന മനുഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിറച്ച് മരിച്ചു പോട്ടെ. എന്തായാലും തണുപ്പൊക്കെ വരുന്ന കാലാവസ്ഥയല്ല വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും മരണം കൺഫേം ആണ്. അപ്പം പെട്ടെന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ കൊണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അല്ലേ, തമാശയായിട്ട് പറയാണ്ട. സോ എന്തായാലും താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 600 എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. 520 എന്നുള്ള ലെവലിനെ അടുത്ത ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. സോ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 855 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 25,000 എന്നുള്ള ലെവലിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇനീഷ്യലി ഇവിടെ ഒരു ട്രാപ്പിലുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നിട്ടുള്ള പോയിന്റാണ്. സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രാപ്പിലുള്ള സാധ്യത അവിടെ ഉണ്ടോ നോക്കണം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ നത്തിങ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 650 വേണ്ട, നമുക്ക് 700 750 എന്നുള്ള ലെവൽ എടുക്കാം. 750 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ 750 എന്നുള്ള ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഈ ഒരു ലെവലാണ് പ്രോപ്പർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 870 എന്നുള്ള ലെവൽ വരെയൊക്കെ ഒരു മൂവ് കിട്ടും. ആൻഡ് ആ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള നല്ലൊരു മൂവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് ഇൻ എനി ചാൻസ് ഈ ഒരു ലെവൽ, അതായത് 53,450 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ ദ ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് താഴത്തേക്കുള്ള ട്രേഡ് പോവുകയാണെങ്കിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഓവറോൾ ബയേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റാണ്. സോ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 850 870 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ 54,000 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുള്ളൂ. അതിൻ്റെ മുകളിലായിരിക്കും ഫ്രഷ് ഷോർട്ട് കവറിങ് ഉണ്ടാവുക. ഇവിടെ പിന്നെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബട്ട് ഇൻഫാക്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് വിത്ത് ബഫറൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കായിരിക്കും ഒരു കൂട്ടപ്പൊരിച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈനൊക്കെ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ക്ലസ്റ്ററിൻ്റെ താഴത്തേക്ക് വന്നു. എഗെയിൻ ആ ക്ലസ്റ്ററിൻ്റെ മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നമ്മൾ എടുക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,820 എന്നുള്ള ലെവൽ നമുക്ക് എടുക്കാം, 25 എന്നുള്ള ലെവൽ എടുക്കാം. ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ വന്നിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഒരു ചെറിയൊരു ഫെയിലിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീവിയസ് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എഗെയിൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു രണ്ട് ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. അപ്പർ സൈഡിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ ലെവൽ എന്നാണ് 1 സെക്കൻഡ്. യാ 920 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മൊമെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. 160 എന്നുള്ള ലെവലാണ്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ഇവിടെ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു പോയിന്റ് കൂടിയാണ്. സോ 13125 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിന് താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റങ്ങൾ ഉണ്ടാവുക. സോ ഈ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ വെൻ കംസ് ടു ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള റിക്കവറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സ്റ്റോക്കുകളും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് IT സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 186564 എന്നുള്ള പോയിന്റാണ് HDFCയിൽ വാച്ച് ചെയ്യേണ്ടത്. ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1337 എന്നുള്ള പോയിന്റാണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ ചെറുതായിട്ടൊരു ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
അഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യുന്നത് 1810 എന്നുള്ള ലെവലാണ്. 1810 കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ അപ്പോ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1790 എന്നുള്ള പോയിന്റ് ആണ്. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് വരാൻ പോകുന്നത് ഓൺ ദ ലോവർ സൈഡ് 1145 ആണ്. ആൻഡ് അപ്പർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ലെവലായിട്ട് മേജർ റെസിസ്റ്റൻസ് ലെവലായിട്ട് വരാൻ പോകുന്നത് 1160 എന്നുള്ള ലെവൽ കൂടിയാണ്. ആൻഡ് ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IT സെക്ടർ അത്ര ഭീകരമായിട്ട് താഴത്തേക്ക് വീണിട്ടില്ല. ആൻഡ് ഷാർപ്പായിട്ട് റിക്കവർ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 11989 എന്നുള്ള പോയിന്റ് ആണ്. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ പിന്നെ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 4460 എന്നുള്ള പോയിന്റ് ആണ്. 4460 താഴെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1265 എന്നുള്ള ലെവൽ 1265ൻ്റെ മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫർദർ അപ്പോ സൈഡിലേക്ക് സ്ലോ ആൻഡ് സ്റ്റഡി മൂവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ഇതിനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവും, താഴത്തേക്ക് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് മറക്കാതെ അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.